ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. വളരെ പ്രത്യേകതയുള്ളൊരു പഠന പരമ്പര ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തെക്കുറിച്ചുള്ളതാണ്. ബൈബിൾ ദൈവം മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും ഉദാത്തമായ അനുഗ്രഹം. ഇതിനേക്കാളും വിലയേറിയ, വിശേഷതയേറിയ, മൂല്യമുള്ള, മനുഷ്യന് പ്രയോജനമുള്ള മറ്റൊരു വെളിപാടില്ല, ദാനമില്ല, സമ്മാനമില്ല. നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ അനാഥരായി കൈവിടില്ല. ദൈവം നമ്മെ വഴി നടത്താൻ ആഗ്രഹിക്കുന്നു. നാം എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ നമ്മുടെ സ്വന്തം കഴിവുകൾ കൊണ്ട് കഴിയില്ല. നമ്മുടെ പാതകളെ നേരെയാക്കാൻ നമുക്ക് സ്വാധീനമില്ല. എവിടെ എത്തണമെന്ന് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ നാം ഏത് അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള തിരിച്ചറിവില്ല. അതുകൊണ്ട് എവിടെയാണ് എത്തേണ്ടത് എന്ന് ബോധ്യമില്ലാത്ത മനുഷ്യനെ ദൈവം കൈവിടാതെ ദൈവം അവനെ വഴി നടത്താൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ സ്വയം വിളിച്ചു വരുത്തിയതായ അവസ്ഥ ആണ് ഈ പരാജയം, നമ്മുടെ മനുഷ്യൻ്റെ പാപനിമിത്തം. പക്ഷെ എന്നിട്ട് ദൈവം നമ്മെ കൈവിടുന്നില്ല. ദൈവം നമ്മെ നിത്യതയിൽ എത്തിക്കുവാൻ, താൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ തന്നാൽ കഴിയുന്ന എല്ലാ സഹായവും, എല്ലാ സന്നാഹവും, എല്ലാ ഒരുക്കങ്ങളും, എല്ലാ സംവിധാനങ്ങളും ദൈവം മനുഷ്യകുലത്തിനായി നൽകി. ആ വലിയ അനുഗ്രഹത്തിൻ്റെ ഫലമാണ് ഈ വിശുദ്ധ പുസ്തകം. ലോകത്തിൽ മറ്റൊരു ഗ്രന്ഥമില്ല ദൈവത്തിൽ നിന്ന് മനുഷ്യർക്ക് ലഭിച്ചത്. പല ഗ്രന്ഥങ്ങൾ അവകാശപ്പെടും, പക്ഷെ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവത്തിനുള്ള ഏക ഗ്രന്ഥം ദൈവത്തിൻ്റെ വിശുദ്ധ വചനം. ഈ വചനം, വേദപുസ്തകം, സത്യവേദ പുസ്തകം. ഈ പുസ്തകത്തിലൂടെ ദൈവം മനുഷ്യവർഗത്തോട് സംസാരിക്കുന്നു. നാം അറിയേണ്ട വഴികൾ, നാം സഞ്ചരിക്കേണ്ട പാതകൾ, ഒഴിവാക്കേണ്ട അപകടങ്ങൾ, മുന്നറിയിപ്പുകൾ, താക്കീതുകൾ, ആലോചനകൾ, പ്രബോധനങ്ങൾ, ശാസനകൾ, ഗുണീകരണങ്ങൾ, തർജ്ജനങ്ങൾ, ആശ്വാസം എല്ലാം ഈ പുസ്തകത്തിലുണ്ട്. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായതെല്ലാം, ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം, ദൈവത്തോട് ചേർന്ന് നടക്കേണ്ടതിനാവശ്യമായതെല്ലാം ഈ പുസ്തകം നൽകുന്നു. പക്ഷേ ഈ പുസ്തകം നാം പഠിക്കണം. പുസ്തകത്തിലുള്ളത് എന്തെന്ന് മനസ്സിലാക്കണം. അങ്ങനെ പുസ്തകം വായിച്ച് പഠിക്കണം. സ്വയം അതിന് കഴിയില്ലെങ്കിൽ അങ്ങനെ യഥാർത്ഥമായി പുസ്തകത്തെ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിക്കണം. നമുക്കതിന് ആഗ്രഹമുണ്ടാകണം. നാം 11ഓളം കാരണങ്ങൾ കണ്ടു എന്തുകൊണ്ട് ബൈബിൾ പഠിക്കണം, ദൈവവചനം പഠിക്കണം. ബൈബിൾ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക മതത്തിൻ്റെ ഗ്രന്ഥമെന്നുള്ളൊരു അബദ്ധം, ഒരു ധാരണ മനുഷ്യരിലുണ്ട്. തെറ്റാണ്. സകല മനുഷ്യർക്കും വേണ്ടി നൽകപ്പെട്ടതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്, ദൈവമല്ല. ദൈവം മനുഷ്യനെ മാത്രമേ സൃഷ്ടിച്ചുള്ളൂ. മനുഷ്യന് വേണ്ടിയാണ് വചനം. ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണ്. നാം ഇത് പഠിക്കണം, നാം ഇത് മനസ്സിലാക്കണം. കാരണം ദൈവം ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഈ പുസ്തകത്തിലൂടെയാണ്. നാം അതിനെ മനുഷ്യർ പരസ്പരമുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ നിലവാരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ, നടത്താൻ നാം അനുവദിക്കണം. നാം അനുവദിക്കാൻ നമ്മളെ കൈപിടിച്ച് നിർബന്ധിച്ച് നമ്മുടെ കഴുത്തിന് കയറിട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോകില്ല. നാം ആഗ്രഹിക്കണം, ദൈവം നീ എന്നെ നടത്തണം, നീ ആഗ്രഹിക്കുന്ന പാതയിലൂടെ എന്നെ നടത്തണം. നമ്മുടെ കഴിവില്ലായ്മകൾ, നിസ്സഹായത നമ്മൾ സമ്മതിക്കണം. ദൈവമേ, എനിക്ക് സ്വന്തമായിട്ട് വഴി അറിയില്ല, നീയാണ് വഴി, നീ എന്നെ നടത്തണം. ഇപ്പോൾ ദൈവത്തിൻ്റെ പുസ്തകം നാം പഠിക്കുക, വായിക്കുക മാത്രമല്ല, അത് നമ്മുടെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക കൂടെ വേണം. അനേകർ വായിക്കാറുണ്ട്, വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ, വർഷത്തിൽ 2 തവണയൊക്കെ വായിക്കാറുണ്ട്, ചടങ്ങ് പോലെ. പക്ഷെ അനുസരിക്കണം. വചനം പറയുന്നത് പോലെ ജീവിതത്തിൽ ക്രമീകരണം, മാറ്റം, അച്ചടക്കം, കൂട്ടിച്ചേർക്കുകയും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുകയും ചെയ്യണം. അപ്പോഴാണ് വചനം നമ്മൾ ക്രിയ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവവചനം പഠിക്കുന്നതിൻ്റെ ആത്മീക കാരണങ്ങളെക്കുറിച്ചാണ്. ആത്മീകമായി ചില കാരണങ്ങൾ കൂടിയുണ്ട് വചനം പഠിക്കുന്നത്. നമ്മൾ 11ഓളം പ്രായോഗിക കാരണങ്ങൾ നമ്മൾ കണ്ടു ദൈവവചനം പഠിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച്. അതിൽ ചിലത് പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിച്ചാൽ, നാം കണ്ടു ദൈവനെ യഥാർത്ഥം വിഭാഗിക്കണം, സത്യം എന്തെന്നറിയണം, ദൈവത്തിൻ്റെ ധാർമ്മിക നിയമങ്ങൾ മനസ്സിലാക്കാൻ വേണം, നമ്മുടെ സ്വന്തം നിയമങ്ങൾ നാം സ്ഥാപിക്കാതിരിക്കാൻ ഈ തിരിച്ചറിവ് വേണം, നമുക്ക് നിശ്ചയമുണ്ടാകാൻ വചനം പഠിക്കണം, വഞ്ചിക്കപ്പെടാതിരിക്കാൻ പഠിക്കണം, ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാൻ വചനം പഠിക്കണം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ശിശുക്കളെ, നമ്മുടെ തലമുറകളെ വളർത്തിയെടുക്കാൻ, പരിശീലിപ്പിക്കാൻ മാതാപിതാക്കളായി നമ്മൾ വചനം പഠിച്ചിരിക്കണം. നിർദ്ദേശം, ഉപദേശം, തിരുത്തലുകൾ വേണമെങ്കിൽ വചനപരിജ്ഞാനം വേണം. എന്താണ് യഥാർത്ഥമായ നിർമ്മലമായ ഭക്തി, ദൈവം അംഗീകരിക്കുന്ന ഭക്തി എന്താണെന്ന് തിരിച്ചറിവ് വേണമെങ്കിൽ വചനം മനസ്സിലാക്കണം.
നമ്മൾ മതപരമായ ആചാര അനുഷ്ഠാനങ്ങളാലും സമ്പ്രദായങ്ങളാലും വശീകരിക്കപ്പെടാതിരിക്കാൻ വചനം പഠിക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ആത്മീക ചില കാരണങ്ങൾ കൂടി, ആത്മീകമായി ദൈവനം പഠിക്കേണ്ടതിൻ്റെ കാരണങ്ങൾ. ഇന്ന് ലോകത്തിലെ ഒരു പരിതാപകരമായ അവസ്ഥയാണ്. ദൈവമക്കളെന്ന് പറയുന്നവർക്ക് ഈ പുസ്തകം എന്താണ്, ബൈബിൾ എന്താണെന്ന് വ്യക്തമായ അറിവില്ല. നമ്മൾ മുന്നോട്ടുള്ള പഠനത്തിൽ ചില കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്ന, എന്തുകൊണ്ടാണ് ഇത് പഠിക്കാത്തത്? ചിലരുടെ ധാരണ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്. ദൈവം മനസ്സിലാകില്ല, വായിച്ചാൽ മനസ്സിലാകുന്ന അബദ്ധ ധാരണയാണ്. ഒരിക്കലുമല്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു പുസ്തകമല്ല, വെളിപാടല്ല ദൈവം തന്നത്. നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അത് വായിച്ചാൽ മനസ്സിലാകാഞ്ഞിട്ടല്ല. ചില ഭാഗങ്ങളുണ്ടാകാം, പക്ഷെ അത് വ്യക്തമായി മനസ്സിലാക്കാം. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ ആത്മീയ കാരണം എന്താണ് ദൈവനം പഠിക്കേണ്ടതിന്? ഒന്നാമത്തെ ആത്മീയ കാരണം പിതാവിനെയും പുത്രനെയും അറിയുന്നതിന്. പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും അറിയുന്നതിന്, മനസ്സിലാക്കുന്നതിന് വചനം പഠിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവ് യേശു തൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞു: ഏകസത്യദൈവമായ നിന്നെയും, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ. കർത്താവ് യേശുക്രിസ്തു ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ട ദൈവം തന്നെയാണ്. മാനുഷിക ബുദ്ധികൾക്ക് അതീതമായ ചില വെളിപാടുകളുണ്ട്. അവിടെ നാം വിശ്വസിക്കുക, സംശയിക്കരുത്, വിശ്വസിക്കുക. ഏകനായ ദൈവം, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവായി വെളിപ്പെട്ട, വചനത്തിൽ വെളിപ്പെട്ട ദൈവം, ആ പുത്രനെ അയച്ച ദൈവം. ക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അറിയണം. പിതാവായ ദൈവത്തെ നമ്മൾ അറിയണമെങ്കിൽ പുത്രൻ്റെ ജീവിതം പഠിക്കണം. പുത്രനെക്കുറിച്ച് അറിയണം. പുത്രൻ എപ്പോൾ വന്നു, എന്തിനു വന്നു, എങ്ങനെ വന്നു, വന്നപ്പോൾ എന്ത് ചെയ്തു, എന്ത് പ്രവർത്തിച്ചു, എന്ത് പറഞ്ഞു, എങ്ങനെയാണ് ജീവിതത്തെ നയിച്ചത്, മറ്റുള്ളവരെ സഹായിച്ചത്, അവസാനം തനിക്ക് എന്ത് സംഭവിച്ചു, മരണശേഷം എന്ത് സംഭവിച്ചു, ഉയർത്തെഴുന്നേറ്റിട്ട് എങ്ങോട്ട് പോയി, ഇതൊക്കെ നാം അറിയണമെങ്കിൽ വചനം പഠിക്കണം. പിതാവായ ദൈവത്തെ അറിയാൻ പുത്രനെ മനസ്സിലാക്കണം. വളരെ ലളിതമായിട്ടാണ് യേശു ഇത് പറഞ്ഞത്. പിതാവായ ദൈവത്തെ അറിയണമെങ്കിൽ പുത്രനെ അറിയണം, പുത്രൻ്റെ ജീവിതം അറിയണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 7-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ ക്രിസ്തു ഇങ്ങനെ ഒരു കാര്യം പറയുകയുണ്ട്: ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ വന്നത് എവിടെ നിന്നാണെന്ന് ക്രിസ്തു പറഞ്ഞു, എനിക്കറിയാം. ദൈവം എന്നെ അയച്ചതാണ്. മനുഷ്യവേഷം ധരിച്ച് ഭൂമിയിലേക്ക് ഞാൻ കടന്നു വന്നു, വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി. പിതാവും പുത്രനും ഒന്നാണ്, ദൈവീകത്വത്തിൽ അവർ ഒന്നാണ്. ഒരേ അന്തസത്ത, ഒരേ ആളത്വം, ഒരേ ലക്ഷ്യം, ഒരേ വ്യക്തിത്വമുള്ളവരാണ്. ദൈവം തന്നെയാണ് പുത്രന്. ഒരു ദൈവത്തിന് എങ്ങനെ മറ്റുള്ള ആകാൻ പറ്റും? തീർച്ചയായും ആകാം. അബ്രഹാം മമ്രയുടെ തോപ്പിൽ വെച്ച് 3 പുരുഷന്മാരെ കണ്ടു എന്ന് പറയും. പക്ഷെ ദൈവമാണ് പ്രത്യക്ഷപ്പെട്ടത്. ഞാനും പിതാവ് ഒന്നാകുന്നു. അപ്പോൾ പുത്രന് മാത്രമേ പിതാവിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റൂ. വേറെ ആർക്കും നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റില്ല. പുത്രനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയാലും സഹായത്താലും അനുഗ്രഹത്താലും മാത്രമേ പിതാവായ ഏകസത്യ ദൈവത്തെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് വായിച്ച് കേൾക്കാം. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്: പിതാവേ, സ്വർഗത്തിൻ്റെ ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എൻ്റെ പിതാവ് സകലവും എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവൻ എന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നില്ല. അപ്പോൾ പിതാവിനെ അറിയുന്നത് പുത്രൻ, പുത്രനെ അറിയുന്നത് പിതാവ്. അല്ലെങ്കിൽ പുത്രനായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം. ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. ദൈവം വെളിപാടാണ്, മനുഷ്യൻ്റെ കണ്ടെത്തലല്ല. ദൈവം വെളിപ്പെടുത്തുന്നു. പുത്രനായ യേശു കടന്നു വന്നത് തന്നെ ഇതിനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 14:9 ഫിലിപ്പോസിനോട് പറഞ്ഞത്: എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കാണുക. എന്നെ കാണുന്നവർ പിതാവിനെ, ദൈവത്തെയാണ് കാണുന്നത്. ദൈവത്തെ നമുക്ക് കാണിച്ചു തരാൻ വന്നവനാണ്. കർത്താവിനെ നമുക്ക് എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ കർത്താവിനെ കാണുന്നത് ദൈവശ്വാസ്യമായ വചനത്തിലൂടെയാണ്. കർത്താവിൻ്റെ ജീവിതം നാം കാണുന്നത്. ഇന്ന് നാം കർത്താവിനെ കാണുന്ന ഒരു പടമല്ല. കർത്താവ് ഒരു പടം നമുക്ക് തന്നിട്ടില്ല, ഒരു പ്രതിമ ഉണ്ടാക്കാൻ പറഞ്ഞില്ല. അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ്. ക്രിസ്തുവിനെ നാം കാണുന്നത് ക്രിസ്തു നൽകി തന്ന ദൈവശ്വാസ്യമായ വചനത്തിലൂടെയാണ്. സുവിശേഷം വായിക്കുമ്പോൾ ആ ജീവിതം നമുക്ക് കാണാം.
ക്രിസ്തുവിൻ്റെ വാക്കുകൾ കാണാം, ഇടപാടുകൾ കാണാം, അത്ഭുതങ്ങൾ കാണാം, എല്ലാം നമുക്ക് കാണാം. അപ്പോൾ പിതാവിനെ അറിയണമെങ്കിൽ പുത്രനെ അറിയണം, പുത്രനെ അറിയണമെങ്കിൽ പുത്രൻ്റെ ജീവിതം പഠിക്കണം. പത്രോസ് തൻ്റെ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ തൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം പത്രോസ് ഇങ്ങനെയാണ് അവസാനിപ്പിച്ചത്: നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവീൻ. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ വളരണം. ഒരു നിമിഷം ചിന്തിച്ച് നോക്കാം. നിങ്ങളൊരു പക്ഷേ സ്നാനമേറ്റൊരു ദൈവ പൈതലാകാം. കർത്താവിനെ കണ്ട നിമിഷം മുതൽ, കർത്താവിനെ കണ്ടെന്ന് പറഞ്ഞാൽ ആത്മീയമായി അനുഭവിച്ചറിഞ്ഞ ദിവസം മുതൽ എത്ര വർഷം കഴിഞ്ഞു? അതിനനുസരിച്ച് ആനുപാതികമായ വളർച്ച ഉണ്ടായിട്ടുണ്ടോ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ വളർന്നിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആത്മീയ കാരണം. എന്തുകൊണ്ട് വചനം പഠി? 2, നാം വചനം പഠിക്കേണ്ടതിൻ്റെ മറ്റൊരു കാരണം സത്യം അറിയുവാൻ. സത്യം അറിയണം. ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ കർത്താവ് യേശു ഇപ്രകാരം പറയുകയുണ്ടായി. യോഹന്നാൻ 8:32 സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം, എല്ലാത്തിനെക്കുറിച്ചൊരു സത്യമുണ്ട്. അത് ഓരോ കാലാവസ്ഥയ്ക്കും വ്യക്തികൾക്കും സാഹചര്യത്തിനനുസരിച്ച് മാറുന്നതല്ല. പരമമായൊരു സത്യം, കേവലമായൊരു സത്യമുണ്ട്. അതറിയണം. കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ യോഹന്നാൻ്റെ സുവിശേഷം 17:17 തൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞു: സത്യത്താൽ അവരെ, അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. നിൻ്റെ വചനം സത്യമാണ്. ഈ സത്യവചനം അതാണ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്നത്. പത്രോസ് തൻ്റെ വാക്കുകളിൽ 1-ാം ലേഖനം 1-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ പറഞ്ഞു: എന്നാൽ സത്യം അനുസരിക്കാനുള്ളതാണ്. ദൈവം നമ്മോട് പറയുന്ന ഓരോ സത്യങ്ങളും നമ്മുടെ പല വ്യാജത്തിൽ നിന്നും തെറ്റുകളിൽ നിന്നും തെറ്റായ പല ചിന്താഗതികളിൽ നിന്നും നമ്മെ മാറ്റാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് സത്യം പറഞ്ഞു തരുന്നത്. അത് വെറുതെ കേട്ടിരുന്നാൽ പോരാ. സത്യം അനുസരിക്കിയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുന്നു. ദൈവവചനമാണ് നമ്മളെ നിർമ്മലീകരിക്കുന്നത്. നമ്മൾ എത്ര കുളിച്ചാലും നമ്മുടെ ആത്മീക അഴുക്ക് മാറില്ല. യാഗങ്ങൾ അർപ്പിച്ചാൽ, മറ്റെന്ത് മല കയറിയാൽ, വസ്ത്രങ്ങൾ ധരിച്ചു നോക്കിയാൽ ഇന്ന് ആത്മീകമായി നിർമ്മലീകരണം നടക്കില്ല. ആത്മീകമായി നാം വെടുപ്പാകണമെങ്കിൽ ദൈവവചനമനുസരിക്കണം, വചനം തമ്മിൽ പ്രവർത്തിക്കണം. ഇപ്പോൾ സത്യമനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റ് സ്നേഹിപ്പിൻ. മറ്റു മനുഷ്യരെ ഉറ്റ് സ്നേഹിക്കണമെങ്കിൽ നാം ആദ്യം നിർമ്മലീകരിക്കപ്പെടണം. ഒരുപക്ഷെ നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടും നമ്മൾ അങ്ങനെ ഉറ്റ് സ്നേഹിക്കുമ്പോൾ. പക്ഷെ അതാണ് യഥാർത്ഥ സ്നേഹം, ഉള്ളിൽ വെടിപ്പായവരുടെ സ്നേഹം. അത് ദൈവവചനം അനുസരിക്കുമ്പോഴാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഒരു വീണ്ടും ജനം സംഭവിക്കുകയാണ് വചനത്താൽ, സത്യമനുസരിക്കാൻ. അതുകൊണ്ട് സത്യമറിയുവാൻ നാം വചനം പഠിക്കണം. 3-ാമത്തെ കാരണം ആത്മീകമായി വിശ്വാസത്തിൽ വളരുവാൻ വചനം പഠിക്കണം. വിശ്വാസത്തിൽ വളരുവാൻ നാം വെറുതെ വായിച്ചു പോകുന്നതിനെക്കുറിച്ചല്ല നാം ഈ പറയുന്നത്. വചനം ശരിക്കും പഠിക്കണം. നിശ്ചയത്തോടുകൂടി, നിശ്ചയം പ്രാപിക്കാൻ തക്കവണ്ണം പഠിക്കണം. വിശ്വാസത്തിൻ്റെ ഉറവിടം വചനം തന്നെയാണ്. ഒരു കാര്യത്തെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളതെല്ലാം നമ്മുടെ ജീവിതം മുഴുവൻ അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഒരു പാലം നമ്മൾ കയറുമ്പോൾ ആ പാലത്തിൽ നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് പാലത്തിൽ അത് കുലുങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കയറി നടക്കുന്നത്. അതിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ, സംശയമുണ്ടെങ്കിൽ നമ്മൾ കയറില്ല. അപ്പോൾ സ്റ്റിയറിങ്ങൊക്കെ ഇളകിക്കിടക്കുന്ന, ശരിക്കുള്ള കാറ്റില്ലാത്ത, ബ്രേക്ക് ലൂസായി കിടക്കുന്ന ഒരു വണ്ടിയിൽ നമ്മൾ ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് ദൂരയാത്ര ചെയ്യാൻ വേണ്ടി പോകില്ല. നമുക്ക് വിശ്വാസമില്ല ആ വാഹനത്തെ. ഈ വാഹനത്തിൽ എൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് ധൈര്യമില്ല, പേടിയാണ്. ഈ വാഹനം ഇടയ്ക്ക് കേടാകും, വഴി കിടക്കും, അപകടമുണ്ടാകും, വല്ല കുഴിയിലും മറിഞ്ഞു വീഴും. ഞാൻ എൻ്റെ ജീവനെ കൊടുക്കില്ല വാഹനത്തിലേക്ക്. കൊടുക്കണമെങ്കിൽ നല്ല ഒരു ഉറപ്പുള്ളതായിരിക്കണം. നമുക്ക് നിശ്ചയം വേണം. അതുകൊണ്ട് വിശ്വാസം, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അപ്പോൾ നമുക്ക് ദൈവത്തിൽ ഈ വിധത്തിൽ നമ്മുടെ വിശ്വാസം വളരണമെങ്കിൽ അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ: വചനം. ദൈവവചനത്തിലൂടെ ദൈവത്തെയും ക്രിസ്തുവിനെയും ആത്മീയ കാര്യങ്ങളും നാം പഠിക്കുമ്പോൾ വചനം സത്യമായതുകൊണ്ട്, വചനം കള്ളമല്ല, സത്യമായതുകൊണ്ട് ആ വചനം നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കും. അപ്പോൾ വിശ്വാസം വർദ്ധിക്കാനുള്ള ഏക മാർഗം വചനമാണ്. ഇപ്പോൾ യോഹന്നാൻ തൻ്റെ സുവിശേഷം എന്തിനു വേണ്ടി നൽകപ്പെട്ടുവെന്ന് യോഹന്നാൻ തന്നെ തൻ്റെ പുസ്തകത്തിൻ്റെ അവസാനം ഇങ്ങനെ എഴുതും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ എന്തിനു വേണ്ടിയാണ് യേശുവിനെക്കുറിച്ച് താൻ എഴുതിയത്? ആത്മാവ് തനിക്ക് വെളിപാട് തന്നതെന്ന് പറയുന്നു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അപ്പോൾ യേശു
അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. പക്ഷേ തിരഞ്ഞെടുത്ത ചില അത്ഭുതങ്ങളും അടയാളങ്ങളും യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലനിലൂടെ ദൈവാത്മാവ് പുസ്തകത്തിൽ എഴുതിപ്പിച്ചു. എന്തിന്? 31 വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങളുടെ അറിവ് വർദ്ധിക്കണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ധാരണകൾ ബലപ്പെടണം. ക്രിസ്തു ആരെന്നുള്ള നിശ്ചയമുണ്ടാകണം. ക്രിസ്തു ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. അത് എന്ത് തെളിയിക്കുന്നു, എന്ത് കാണിച്ചു തരുന്നു, ആരെ കാണിച്ചു തരുന്നു എന്ന് ബോധ്യം വേണം. അപ്പോൾ എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കാൻ. യേശു ദൈവപുത്രനാണ്, യേശു ദൈവമാണ്, യേശുവിൻ്റെ ദൈവികത്വമാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ ദൈവികത്വത്തെക്കുറിച്ച് ബോധ്യം വേണം. അതിനാണ് ഈ പുസ്തകം എഴുതിയത്. അപ്പോൾ യേശു ദൈവപുത്രനായ ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് ആ നാമം, അവൻ്റെ നാമം, അതായത് ആ അധികാരത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടത്, ആത്മീയ ജീവനെക്കുറിച്ചാണ്, നിത്യമായ ജീവനെക്കുറിച്ചാണ് ഇത് എഴുതിയത്. അപ്പോൾ പുസ്തകത്തിൻ്റെ ഉദ്ദേശമുണ്ട്. യേശുവിലുള്ള വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ എബ്രായ ലേഖനം വ്യക്തമായിട്ട് പറഞ്ഞു. വിശ്വാസം ദൈവത്തിനടുക്കൽ നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം നോക്കുന്ന നമ്മുടെ വേഷമല്ല. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവം നോക്കുന്നത് നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്. നമ്മുടെ പാട്ടിലും പ്രാർത്ഥനയിലും ആരാധനയിലും വചനം കേൾവിയിലും വചനം പ്രസംഗിക്കുമ്പോഴൊക്കെ ദൈവം അന്വേഷിക്കുന്നത് നിനക്ക് എത്രത്തോളം എന്നിൽ വിശ്വാസമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുഗ്രഹം. ദൈവം നമ്മൾ പഠിക്കണം വിശ്വാസത്തിൽ വളരാൻ. 4-മത്, ദൈവം നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആത്മീകമായ മറ്റൊരു കാരണം, നമ്മൾ ഇതേ വചനത്താലാണ് അവസാനം ന്യായം വിധിക്കപ്പെടാൻ പോകുന്നത്. ദൈവം നൽകി തന്ന വിശുദ്ധ വചനം നമ്മുടെ ന്യായവിധിയുടെ മാനദണ്ഡം കൂടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു പ്രകാരം പറയുകയുണ്ടായി. യോഹന്നാൻ 12:48, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. കർത്താവ് യേശുക്രിസ്തു നമ്മോട് ലോകത്തോട് അരുളി ചെയ്ത വചനം തന്നെയായിരിക്കും അവസാന സകല മനുഷ്യരുടെയും ന്യായവിധിയുടെ മാനദണ്ഡം. സകല മനുഷ്യരോടും കർത്താവ് കണക്ക് ചോദിക്കുന്നത് കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് വളരെ പ്രധാനമാണ്. അല്ലാതെ മറ്റാരെങ്കിലും എഴുതിയ പുസ്തകത്തിൻ്റെയോ മനുഷ്യർ എഴുതിയുണ്ടാക്കിയ ചട്ടങ്ങളുടെയോ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, ക്രിസ്തീയ കാലഘട്ടം ജീവിക്കുന്ന സകലരും ക്രിസ്തുവിൻ്റെ വചനമാണ് നമ്മുടെ ന്യായവിധിയുടെ മാനദണ്ഡമെന്ന് വ്യക്തമായി ബോധ്യപ്പെടണം. ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ അതാണ് നമ്മുടെ ന്യായവിധിയുടെ മാനദണ്ഡം. അപ്പോൾ നമ്മൾ ന്യായം വിധിക്കപ്പെടാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ വചനത്താലാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വചനം പഠിക്കാൻ, ക്രിസ്തു പറഞ്ഞ എന്തെന്ന് അറിയാൻ ആഗ്രഹം വരും. ക്രിസ്തു എന്താ പറഞ്ഞത്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ക്രിസ്തു വെളിപ്പെടുത്തിയ മാർഗം എന്താണ്, വഴി എന്താണ്, പ്രമാണം എന്താണ്, ചട്ടം എന്താണ്, കൽപ്പന എന്താണ്, നിയമം എന്താണ്, എനിക്കത് അറിയണം. കാരണം അവസാനം ഞാൻ അതിൻ്റെ കണക്ക് കൊടുക്കേണ്ടി വരും. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ ഈ ചിത്രം കാണാം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തി ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമി ആകാശം ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. അന്ത്യ ന്യായവിധിയെക്കുറിച്ചാണ്. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ബൈബിളിനെക്കുറിച്ച് തന്നെയാണ് പുസ്തകങ്ങൾ ഉദ്ദേശിച്ചത്. കർത്താവിൻ്റെ കൽപ്പനകൾ തന്നെയാണ്. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവരവൻ്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ എല്ലാവരും ന്യായം വിധിക്കപ്പെടും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ. പൗലോസ് സുവിശേഷ പ്രകാരം, എൻ്റെ സുവിശേഷ പ്രകാരം നിങ്ങൾ ന്യായം വിധിക്കപ്പെടും. 5-മതായി വചനം പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ദൈവവചനം നമ്മെ ജ്ഞാനിയാക്കും, നമ്മെ ജ്ഞാനമുള്ളവരാക്കും. രക്ഷയ്ക്കുള്ള ജ്ഞാനം നമുക്ക് പകർന്നു തരും. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുമ്പോൾ, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ തൻ്റെ ശിഷ്യനായ തിമോത്തിയോസിനോട് പറഞ്ഞു, 14 മുതൽ വായിക്കാം. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും. കാരണം തിമോത്തിയോസിനെ അമ്മയും വലിയമ്മയുമാണ് വചനത്തിൽ പഠിപ്പിച്ചത്, പരിശീലിപ്പിച്ചത്. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ഇപ്പം തിരുവെഴുത്തുകളിലൂടെയാണ് ഒരു മനുഷ്യന് രക്ഷയ്ക്ക് ആവശ്യമായ ജ്ഞാനം കിട്ടുന്നത്. ഞാൻ രക്ഷിക്കപ്പെടണം, എനിക്ക് രക്ഷ ആവശ്യമാണ്,
ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ജീവിതം നാശത്തിലേക്ക്, നരകത്തിൻ്റെ തീച്ചുളയിൽ, അഗ്നികുണ്ഡത്തിൽ എരിയുന്ന വിധത്തിലാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതം പോകുന്നത്. ഇതിന്ന് എനിക്ക് രക്ഷ പ്രാപിക്കണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അഴുക്ക് പുരണ്ട നമ്മൾ കഴുകാൻ ആഗ്രഹിക്കും. നമ്മുടെ വസ്ത്രത്തിൽ ചെളി തെറിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വസ്ത്രം മാറും, അത് മാറ്റിക്കളയാൻ ആഗ്രഹിക്കും. അപ്പോൾ നമ്മൾ നാശത്തിലേക്ക് പോകുന്ന തിരിച്ചറിവുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കണം. അനേകർ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്? അനേകർ എന്തുകൊണ്ടാണ് വചനമനുസരിച്ച് സ്നാനമേറ്റ് ദൈവമക്കളാകാൻ ആഗ്രഹിക്കാത്തത്? അവർ നാശത്തിലേക്കാണ് പോകുന്നത്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ന്യായവിധിയുടെ കീഴിലാണ്, ദൈവക്രോധം അവരുടെ മേൽ വന്നിരിക്കുന്നു എന്നവർക്കറിയില്ല. അജ്ഞരാണ്. ദൈവം പറഞ്ഞാൽ എൻ്റെ ജനം പരിജ്ഞാനമില്ലായ്കയാൽ നശിക്കുകയാണ്. അപ്പോൾ വചനം നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കും. വേറെ ഒരു മാർഗത്തിലൂടെയും നമുക്കറിയാൻ കഴിയില്ല. നമുക്ക് രക്ഷ ആവശ്യമാണ്. രക്ഷിക്കപ്പെടാനുള്ള മാർഗം വചനത്തിലൂടെ മാത്രമാണ്. നമ്മുടെ രക്ഷയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വചനത്തിലൂടെ. പഴയകാലത്തെ പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് എഴുതി. അവർ രക്ഷയെക്കുറിച്ച് മുൻകൂട്ടി എഴുതി ദൈവശ്വാസീയമായി. പക്ഷെ അവർ എഴുതുമ്പോൾ അവർക്കത് മർമ്മമായിരുന്നു. അവർക്ക് മനസ്സിലായില്ല. നിഗൂഢമായ മർമ്മം, അടച്ചു വെച്ച പുസ്തകം പോലെ. അവർക്ക് മനസ്സിലാകുന്നില്ല എന്താ എഴുതിയത്, എന്താ അവർ എഴുതുന്നത്. ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത, ക്രിസ്തുവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത സത്യങ്ങൾ അവർ എഴുതുമ്പോഴും ഈ രക്ഷ, ഇന്ന് പുതിയ കാലത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന രക്ഷ, അതിനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയപ്പോൾ അവർക്ക് പോലും അറിയില്ല എന്താണത്, എന്താണ് ഇതിൻ്റെ ആശയം, എപ്പോൾ നടക്കും. ഈ വാക്യം കേൾക്കുക. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. നിങ്ങൾക്ക് വരുവാനിരിക്കണം. പുതിയ വിശ്വാസികൾക്ക് വേണ്ടി എഴുതുമ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച്. രക്ഷ ഒരു കൃപയാണ്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്, അവിടെ ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവാചകന്മാരെ നിയന്ത്രിച്ചു. ക്രിസ്തു ബെത്ലഹേമിലല്ല ആരംഭിച്ചത്, ക്രിസ്തു നിത്യനാണ്. അപ്പോൾ അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അപ്പോൾ അവർ കിട്ടിയ മറുപടി എന്താണ്? തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്ക്, പുതിയ വിശ്വാസികൾ നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. അപ്പോൾ ഈ രക്ഷയെക്കുറിച്ച് പഴയ പ്രവാചകന്മാർ ആരാഞ്ഞു. പണ്ട് മർമ്മമായിരുന്നു, ഇപ്പോൾ വെളിപ്പെട്ടു ദൈവത്തിൻ്റെ ആത്മാവിനാൽ പുതിയ നിയമത്തിൽ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ നാം വചനം പഠിക്കണം. രക്ഷയെക്കുറിച്ച് അറിയണമെങ്കിൽ വചനം മനസ്സിലാക്കണം. ജ്ഞാനിയാകണമെങ്കിൽ വചനം മനസ്സിലാക്കണം. അല്ലാതെ വേറൊരു മാർഗത്തിലൂടെ ക്രിസ്തുവിൻ്റെ ക്രൂശും ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതിൻ്റെ അനുഗ്രഹങ്ങളും പിൻവരുന്ന മഹിമയും ഒന്നും അറിയാൻ കഴിയില്ല വചനത്തിലൂടെ അല്ലാതെ. അവസാനമായിട്ട് ആത്മീകമായൊരു കാരണം, എന്തുകൊണ്ട് വചനം പഠിക്കണം? കാരണം നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ് വചനം. ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനം. റോമലേഖനം 1:16 പൗലോസ് വളരെയധികം അധാർമികതയും അഴിമതികളും എല്ലാ മ്ലേച്ഛതകളും നിറഞ്ഞ റോമൻ പട്ടണത്തിലേക്ക് പോകാനായിട്ട് താൻ തയ്യാറാകുമ്പോൾ പൗലോസ് ഇപ്രകാരമാണ് താൻ എന്ത് ധൈര്യത്തിലാണ് പോകുന്നത്. പൗലോസ് പറഞ്ഞ ഇങ്ങനെയാണ്, റോമർ 1:16, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകും. എൻ്റെ കയ്യിലുള്ളത് വലിയൊരു ഡൈനാമിറ്റാണ്. എന്താണത്? സുവിശേഷം. അത് യഥാർത്ഥ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ടാൽ ആ ജീവിതത്തിലെ എല്ലാ മ്ലേച്ഛതകളും അധാർമികതകളും തിന്മകളും പാപങ്ങളും ദുഷ്ടതകളും പൊട്ടിച്ചിതറും. അതാണ് എൻ്റെ കയ്യിലുള്ളത്. അതുമായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത്, അതുമായിട്ടാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. മനുഷ്യർ ഏത് തരത്തിലായിക്കൊള്ളട്ടെ, ഏത് ദുഷ്ട മൃഗത്തെ പോലെ ആയിക്കൊള്ളട്ടെ, ഏത് അഴിമതി, ഏത് മ്ലേച്ഛതയിലായിക്കൊള്ളട്ടെ, ഈ സുവിശേഷവുമായി യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ടാൽ അവന് മാറ്റം വരും. അതുകൊണ്ട് പൗലോസിന് പേടിയില്ല. അവന് ദൈവശക്തിയാണ്, രക്ഷയ്ക്കുള്ള ദൈവശക്തി. ഈ സുവിശേഷം വെളിപ്പെട്ടിരിക്കുന്ന പുതിയ നിയമത്തിലാണ്. സുവിശേഷം നാം പുതിയ നിയമത്തിലൂടെ കണ്ടെത്തുമ്പോൾ, ദൈവത്തിൽ അത് കണ്ടെത്തുമ്പോൾ നാം അതിനെ അനുസരണം കാണിക്കണം. ദൈവനെ കേൾക്കുമ്പോൾ അനുസരണം കാണിക്കണം. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? യാക്കോബ് 1:21 വാക്യം, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ, ഇതിന് ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവാൻ. സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ്. അതാണ് ദൈവം പറയുന്നത്. നിൻ്റെ ആത്മാവിനെ, എൻ്റെ ആത്മാവിനെ, നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ വചനത്തിന് ശക്തിയുണ്ട്. പ്രാസംഗികനല്ല ശക്തി, പ്രാസംഗികൻ്റെ ശബ്ദത്തിലല്ല ശക്തി, വചനത്തിലാണ്. വചനത്തിലാണ്. അപ്പോൾ ആത്മാർത്ഥമായി സൗമ്യതയോടെ വിനയത്തോടെ വചനത്തിൽ നമ്മൾ കീഴ്പ്പെട്ടാൽ
ഈ വചനം നാം അനുസരിച്ചാൽ ആ വചനം നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കും. ദൈവവചനം പഠിക്കേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്നറിയാമോ? കാരണം ഇത് ദൈവവചനമാണ്, ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവം മനുഷ്യകുലത്തിന് നൽകിയ വചനമാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം നീ നയിക്കണം, നിയന്ത്രിക്കണം, പരിപാലിക്കണം, നടത്തണമെന്ന് ആഗ്രഹമുണ്ടാകും. ദൈവവചനം നൽകി തന്ന് നമ്മളെ നടത്താനുള്ള ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം നൽകി തന്നിരിക്കുകയാണ് വചനത്തിലൂടെ. ദൈവം നമ്മെ നടത്താൻ കൈപിടിച്ചൊരു കുട്ടിയെ നടത്തുന്നത് പോലെ, യഹൂദന്മാരെ ശിശുപാലകനെ പോലെ അവരെ നടത്തി യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുന്നത് പോലെ നമ്മെ നടത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ വിധേയപ്പെടണം, നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ താല്പര്യപ്പെടണം, നമുക്ക് അനുസരണമുള്ളവരാണ്. അപ്പോൾ അതിന് ദൈവശാസ്ത്രീയമായ ഈ തത്വങ്ങൾ നമ്മോട് നൽകുകയാണ് വചനത്തിലൂടെ. ദൈവഹിതം അനുസരിക്കണം. എന്നോട് കർത്താവ് എന്ന് പറയുന്നവനുമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. നമ്മുടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടാൻ ഇത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ, ബൈബിളിൽ നിത്യമായ ഉത്തരങ്ങളുണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ചോദ്യങ്ങൾക്ക്. മനുഷ്യൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വചനത്തിലുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവൻ്റെ പ്രശ്നം പാപത്താൽ ശിക്ഷാവിധിക്ക് യോഗ്യരായി കിടക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ശിക്ഷാവിധിക്ക് യോഗ്യരായി കിടക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെയും എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സുവിശേഷം അതിന് ഉത്തരം തരുന്നു. ഈ ശിക്ഷാവിധിയിൽ നമ്മൾ പോയി നശിക്കേണ്ട കാര്യമില്ല. നമുക്ക് മടങ്ങി വരാം, രക്ഷിക്കപ്പെടാം, ദൈവത്തിലേക്ക് വരാം, ഭവനത്തിലേക്ക് വരാം, നിരപ്പ് പ്രാപിക്കാം, നീതീകരണം പ്രാപിക്കാം, പാപമോചനം ലഭിക്കും, ദൈവത്തിൻ്റെ മകനും മകളുമായി തീരാൻ കഴിയും. ഇതൊക്കെ വചനം നമുക്ക് തരുന്ന ഉറപ്പാണ്. ദൈവനെ പഠിക്കുമ്പോൾ നാം നിത്യതയ്ക്ക് വേണ്ടി, സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ചെലവിടാൻ കഴിയുന്ന നിത്യജീവന് വേണ്ടി നാം നമ്മെ ഒരുക്കുകയാണ്. നാം ജീവിക്കുന്ന ലോകം മനുഷ്യർ പല വിധത്തിലും അവർ സങ്കല്പിച്ചുണ്ടാക്കുന്ന പല മതസംവിധാനങ്ങളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ലോകമാണ്. ഏതെല്ലാം തരത്തിലാണ്. നാം വിചാരിക്കും ഇതോടുകൂടി ഇനിയൊരു പുതിയ മതം ഉണ്ടാകാനില്ല എന്ന് വിചാരിക്കുമ്പോൾ പിറ്റേ ദിവസം മറ്റൊരു പുതിയ മതം ഉണ്ടാകും. മനുഷ്യൻ്റെ ചിന്തകളിൽ നിന്ന്, അവൻ്റേതായ ആലോചനകളിൽ നിന്ന്, അനുമാനങ്ങളിൽ നിന്ന്, സങ്കല്പങ്ങളിൽ നിന്ന് അവൻ ഒരു പുതിയ മാർഗം കൊണ്ടുവരും. ഒരു പുതിയ നേതാവ്, പുതിയ ദേവൻ, പുതിയ ദേവത, പുതിയ ഒരു അവതാരം എന്ന പോലെ അവതരിക്കും. പുതിയ മതസംവിധാനം ഉണ്ടാകും. ഇതിനൊരിക്കലും അവസാനമില്ല. ഇങ്ങനെ മനുഷ്യകുലത്തെ ആശയക്കുഴപ്പത്തിൽ എത്തിച്ച് നശിപ്പിക്കുന്ന ഒരു ലോകം. സ്വർഗസ്നായ ദൈവം ഈ കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യനെ ഉപേക്ഷിക്കുന്നത്. അവർ സ്വന്തമായി വഴി കണ്ടെത്തുകയാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം, അവൻ ഈ ഒരു ആശയം കുഴപ്പം നിറഞ്ഞൊരു ആത്മീയ ലോകത്ത് ജീവിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ കർത്താവേശുവിനെ തള്ളിക്കളയുമ്പോൾ, ദൈവവചനത്തിൻ്റെ ആധികാരികത തള്ളിക്കളയുമ്പോൾ, ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിന് ആധികാരികമായി ദൈവം നൽകിയിരിക്കുന്ന മാർഗം, സത്യമെന്ന് നാം വിശ്വസിക്കാൻ തള്ളിക്കളയുമ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തിയ ദൈവഗ്രന്ഥം തള്ളിക്കളയുമ്പോൾ നാം സ്വയം ശിക്ഷിക്കപ്പെടുകയാണ്, ശിക്ഷാവിധിയുടെ കീഴിലാവുകയാണ്. കാരണം നമ്മുടെ മതപരമായിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പിന്നാലെ നാം കടന്നു പോകുന്നു. കോടിക്കണക്കിന് ജീവിതങ്ങളാണ് ഇപ്രകാരം നശിച്ചു കൊണ്ടിരിക്കുന്നത്. ആശയക്കുഴപ്പത്തിൽ, അറിവില്ലാതെ, അജ്ഞതയിൽ തപ്പിത്തടയുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുമ്പിലുണ്ടായിട്ടും അവനെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ വിളിച്ചപേക്ഷിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആശയക്കുഴപ്പമാണ്. ഇത് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് എത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബൈബിളിൽ ചിലർ പറയുന്നത് എനിക്ക് വായിച്ചാൽ മനസ്സിലാകില്ല, വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ഇത് വായിച്ചാൽ ആർക്കും മനസ്സിലാകില്ല? അതായിരിക്കും നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വചനം പഠിക്കണമെന്നുള്ളത് ഇതിനകം തന്നെ നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞു. ദൈവവചനമാണ് ഇത്. ഏറ്റവും പ്രധാനം ദൈവത്തിൻ്റെ വചനമാണ്. നമ്മെ നയിക്കാനുള്ള ദൈവത്തിൻ്റെ വചനം, നമ്മളെ കൈക്ക് പിടിച്ച് നടത്താനുള്ള വചനം. പക്ഷെ നാം വിധേയപ്പെടണം, നാം ആഗ്രഹിക്കണം. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കുട്ടികൾ അപ്പ അമ്മ എൻ്റെ കൈക്ക് പിടിക്കുക എന്ന് പറയും. നാം അവരുടെ കൈക്ക് പിടിക്കും. ദൈവം നമ്മുടെ കൈ പിടിച്ച് നടത്താൻ എവിടം വരെ? നിത്യത വരെ. അതാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ അതിനുള്ള മാർഗമുണ്ട്. പുസ്തകം ഞാനാണ് വഴി, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തില്ല. നാം സ്നേഹിക്കുക വചനത്തെ, അനുസരിക്കുന്ന മുമ്പ് ഈ പുസ്തകത്തെ സ്നേഹിക്കുക. വചനത്തെ, പുസ്തകത്തെ അല്ല, പുസ്തകത്തിലടങ്ങുന്ന ദൈവത്തെ. ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഏത് വ്യക്തിയും ദൈവവചനത്തെ സ്നേഹിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ.